അലീന പോയിട്ട് കുറച്ച് മാസങ്ങളാവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇവർ പതിവായിട്ട് കുളത്തുപുഴയ്ക്ക് എല്ലാ മാസവും രോഹിത്തും അതുപോലെ കൃഷ്ണമോളും ബബിതയും മനുവൊക്കെ കൂടിയിട്ട് അലീനയെ കാണാൻ പോകണുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞിട്ടും ഇവരാരും കേൾക്കുന്നില്ല. എത്ര പറഞ്ഞു പറഞ്ഞാലും അവർ വീണ്ടും അലീനയെ കാണാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ എല്ലാവരും കൂടി കൂടിയിരുന്ന് അലീനേനെ വീഡിയോ കോൾ ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. മക്കള് തന്നിൽ നിന്നും അകന്നു പോയി എന്ന് വൈജയ്ക്ക് ഉറപ്പായി. മക്കള് മാത്രമല്ല തൻ്റെ ഭർത്താവും ആരും തന്നെ വൈജനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെയാണ് വൈജ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. അലീന ചെയ്തു വെച്ചിട്ട് പോയ എല്ലാ പ്രവൃത്തികളും അവൾ നേരെ തിരിച്ചാക്കുന്നുണ്ട്. TV കാണാനും ഒരുമിച്ച് സംസാരിക്കാനും ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാം തന്നെ ഓരോ സമയം കൃത്യമായിട്ട് അലീന അവിടെ ചെയ്തു വെച്ചിരുന്നു. അതെല്ലാം തന്നെ വൈജ മാറ്റിമറിക്കുന്നുണ്ട്. അതുപോലെ കൃഷ്ണയും ബബിതയും രോഹിത്തും കൂടി 3 പേരും കൂടി ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. പക്ഷെ അവരെ കൊണ്ടൊന്നും ജോലി ചെയ്യിപ്പിക്കാതെ താൻ സ്വയമേ ചെയ്തോളെന്ന് പറഞ്ഞുകൊണ്ട് വയ്യാതെ അവൾ ചെയ്യുന്നുമുണ്ട്. വേറൊന്നും വേണ്ടിയല്ല, ഇവരൊന്നും ചെയ്തില്ലെങ്കിലും പറ്റും. പിന്നെ അലീന കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളാണല്ലോ ഇതെല്ലാം തന്നെ. അതുകൊണ്ട് ആ ഒരു കാര്യം ഇവിടെ വേണ്ടായെന്ന് തീരുമാനിച്ചുകൊണ്ട് വൈജ തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ. വീടിന് വൃത്തിയില്ലാതാവുന്നുണ്ട്. അതുപോലെ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുന്നതെല്ലാം താമസിച്ചാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവർ അച്ഛനോട് പറയുമ്പം നിങ്ങളുടെ അമ്മ തന്നെയല്ലേ അതെല്ലാം ചെയ്തു വെച്ചത്, അവൾ എന്തെങ്കിലും കാണിക്കട്ടെ, അതിൻ്റെ പിന്നാലെ പോകാനൊന്നും എനിക്ക് സമയമില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛാ, ഒരു സെർവന്റിനെ വെക്കുന്നത് നന്നായിരിക്കും. അമ്മ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് എന്തായാലും അമ്മയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. അതിലും ഭേദം ഒരു സെർവന്റിനെ വെക്കുന്നതാ. അതാകുമ്പം അമ്മയ്ക്കും കുഴപ്പമില്ല, ഞങ്ങൾക്കും കുഴപ്പമില്ല. ഞാനെന്തായാലും നോക്കട്ടെ, ആലോചിക്കാം, അന്വേഷിക്കട്ടെ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് ഈ സമയം മനുവാണെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നെടുമ്പുരക്കിലേക്ക് വരികയാണ്. ആ സമയത്ത് ആ വീടിനാകെപ്പാടെ വല്ലാത്തൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. അകത്തേക്ക് കയറി വരുമ്പം ബബിത മനുവിന് ചായ കൊണ്ട് കൊടുക്കുകയാണ്. ഈ സമയം ബബിതയും കൃഷ്ണയും വൈജി ഉണ്ടായിരിക്കും കേട്ടോ അവിടെ. അപ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി ഇത്, ഇത്ര നാൾ വന്നിട്ട് ഈ വീട് ഇങ്ങനെ വൃത്തികേടായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇതെന്ത് പറ്റി? ആകെപ്പാടെ ഒരു മുഷിഞ്ഞ മണം. തുണിയൊക്കെ ആണെങ്കിൽ സെറ്റ് വരെ കിടക്കുന്നു. കഴിച്ച പ്ലേറ്റുകളെല്ലാം ടേബിളിൽ തന്നെ. എന്താ ഈ വീടിങ്ങനെ വൃത്തിഹീനായി കിടക്കുന്നത് ചോദിക്കുമ്പം വൈജി പറയാണ്, ഇവിടെ 3 മക്കളുണ്ട്, ഒരാൾ പോലും കൈ അയച്ച് എന്നെ സഹായിക്കുന്നില്ല, പിന്നെ എങ്ങനെയാന്ന് പറ. അപ്പോഴേക്കും ബബിത പറയാണ്, മനുവേട്ടാ, അലച്ചിച്ച് പോയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും കൃത്യമായി ഒരു ടൈം ടേബിൾ വെച്ച് 3 പേരും കൂടി ജോലി ചെയ്തുകൊണ്ടിരുന്നതാ. അപ്പോൾ അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. അയലിന ചേച്ചി കാരണം ഞങ്ങൾ ജോലി ചെയ്തത് അമ്മയ്ക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, രോഹിയുടെ ആൺകുട്ടിയെ കൊണ്ട് പണിയിപ്പിച്ചു എന്ന് പറഞ്ഞ് അമ്മ കുറേയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ പണിയിലങ്ങ് നിർത്തി. അമ്മ തന്നെയാ പറഞ്ഞത് ആ സമയത്ത് വലുതുമായി പഠിക്കാൻ നോക്കാൻ അമ്മ ചെയ്തോളാന്ന്. ഇപ്പോൾ ഇതാ അവസ്ഥ. വൈജ പറയുന്നുണ്ട്, ഞാനാദ്യം അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെയൊന്നും ചെയ്യാനല്ല, വല്ലപ്പോഴുമൊക്കെ എന്നെ ഒന്ന് സഹായിച്ചൂടെ? അതങ്ങനെ കഴിക്കാറാകുമ്പം കൈയും കഴുകി മുമ്പിൽ വന്നിരിക്കും. മനുവേട്ടാ, ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. എല്ലാ പാചകവും ചെയ്ത് വീടെല്ലാം വൃത്തിയാക്കി അച്ചടക്കത്തോടെ നിന്നോണ്ടിരുന്നതാ. അപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ വയ്യ. അലീന ചേച്ചി കാരണമാണ് ഞങ്ങൾ മാറിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ബഹളം വെച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും അമ്മ തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്നത് കേട്ടോ. എന്താ ആൻറ്റി ഇത്? ആൻറ്റിക്ക് നാണമില്ലേ കൊച്ചു പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത്? അല്ല, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? എവിടുന്നാ മനുവേട്ടാ? അതിനിവിടെ വെള്ളം ഉണ്ടാക്കിയിട്ട് വേണ്ടേ? അപ്പോൾ ഇതുവരെ നിങ്ങളൊന്നും കഴിച്ചില്ലേ? സമയം 10:30 ആയല്ലോ. അല്ല, അങ്കിളെന്ത് കഴിച്ചു? അച്ഛനാണെങ്കിലോ പുറത്തൊന്നും കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. പാവം, രാവിലെ മരുന്നൊക്കെ കഴിക്കുന്നതാ. അപ്പോൾ നിങ്ങളോ? ഞങ്ങൾ ഓരോ ഓംലെറ്റും ഒരു ബ്രെഡും കഴിച്ചു, അതേ ഉള്ളൂ. എന്താ ആൻറ്റി ഇത്? ഇവർ മര്യാദയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നല്ലേ? ആൻറ്റി തന്നെയല്ലേ അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതായി ആൻറ്റി തന്നെ ചെയ്തത്. എന്നിട്ടിപ്പോൾ എല്ലാവരെയും പട്ടിണി കിടുകയാണോ? എടാ, ഞാനൊന്നും അങ്ങനെ പറഞ്ഞത് ശരി തന്നെയാ. എന്നും വെച്ച് എന്നും അങ്ങനെ ആവണമെന്നുണ്ടോ? അവർക്ക് വല്ലപ്പോഴൊക്കെ കയറി സഹായിച്ചൂടെ എന്ന് പറയാണ്. ബാബി, കൃഷ്ണേ, നിങ്ങൾ ഒരുങ്ങ്, ബാ നമുക്ക് പുറത്തുപോയി കഴിക്കാം എന്ന് പറയുന്നുണ്ട്. എടാ, അപ്പം ഞാനോ? ആൻറ്റി വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ മേടിച്ചിട്ട് വരാം. വേണ്ട, എനിക്ക് മേടിച്ചു വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിയും കൂട്ടി ഇവരെല്ലാവരും കൂടി ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാൻ കേട്ടോ. അവിടെ വെച്ച് ബബിത പറയാണ്,
എൻ്റെ പൊന്നു മനോവേട്ടാ, അമ്മയുടെ സ്വഭാവം ഈയിടെയായിട്ട് വളരെ മോശമായിക്കൊണ്ടിരിക്കുക. അലിന ചേച്ചി ചെയ്തു വെച്ച എല്ലാം നേരെ തലകുത്തനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മൂന്നുപേരും സംസാരിച്ചിരിക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമില്ല. മൂന്നുപേരും അച്ഛനും കൂടിയിട്ട് വൈകുന്നേരം ഞങ്ങൾ സിറ്റൗട്ടിൽ നിന്ന് വർത്താനമൊക്കെ പറയില്ലേ, എങ്കിൽ വന്ന് അമ്മയും കൂടെ അതിൽ ജോയിൻ ചെയ്യില്ലേ ചെയ്യേണ്ടത്. അതിന് പകരം ഇതൊക്കെ അലീനക്ക് ശീലമാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മൂന്നും ഓടിച്ചുവിടുക മനോവേട്ടാ. ഞങ്ങൾ മൂന്നും പണ്ട് വലിയ സ്നേഹത്തിലൊന്നും അല്ലായിരുന്നല്ലോ, പരസ്പരം മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ്. എനിക്ക് രോഹിയേട്ടൻ ആഹാരം വായർത്തുന്നതും അതുപോലെ എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തതൊക്കെ അമ്മ വലിയ കുറ്റമായിട്ടാണ് കാണുന്നേ. കൃഷ്ണ പറയാണ്, അതേ അതേ മനുവേട്ടാ, ഞങ്ങളോട് സ്നേഹത്തോടെ പരസ്പരം പെരുമാറുന്ന പോലും അമ്മയ്ക്ക് ഇഷ്ടമില്ല. അമ്മയെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് അല്ല നോക്കുന്നത്, അതും അലീന ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞോണ്ടാ അമ്മ കാട്ടിക്കൂട്ടുന്നേ. എന്താ ചെയ്യണേന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അല്ല, നമ്മൾ ഇത്തവണ അലീന ചേച്ചിയെ കാണാൻ പോണില്ലേ? പോണം എന്ന് മനു പറയാണ്. ആന്റീനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം, അല്ലാതെ രക്ഷയില്ല. അങ്കിളിനെ എങ്ങനെയെങ്കിലും വെറുതെയിലാക്കേണ്ടത് ആന്റിയല്ലേ? ആന്റി സ്നേഹത്തോടെ സമീപിച്ചാൽ മാത്രമേ അങ്കിളിനെ സ്നേഹത്തോടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ വീണ്ടും ദുർവാശിയും അഹങ്കാരവും കാണിച്ചുകൊണ്ടിരുന്നാലേ ഒന്നും നടക്കാൻ പോണില്ല. വീണ്ടും വീണ്ടും പഴയതിലപ്പുറമാവുകയുള്ളൂ. ഡിവോഴ്സിന്റെ ബാക്കി നിൽക്കുക രണ്ടുപേരും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇവർ ആഹാരമെല്ലാം കഴിച്ചിട്ട് വൈജിക്കുള്ളതും വാങ്ങിച്ചുകൊണ്ട് നേരെ ചെല്ലുകയാണ്. വൈജി ഈ സമയം പത്രമൊക്കെ വായിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ എങ്ങനെ ഇരിക്കായിരിക്കും. ഒരു ഊനെ പണിയെടുക്കുകയാണ് കേട്ടോ. വീടിനുള്ളില് വീടും പരിസരമെല്ലാം ചപ്പും ചവറൊക്കെ ആയിട്ട് കിടക്കുകയാണ്. മുറ്റമാണെങ്കിലോ അടിച്ചു കയറിട്ട് 3-4 ദിവസമായി. വീടിനുള്ളിലും അതേ അവസ്ഥ തന്നെ. മുഷിന തുണികളെല്ലാം അവിടെ ഇവിടെയൊക്കെ വാരി ഒളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പാത്രങ്ങൾ കഴുകാത്തത് സിങ്കിലും മറ്റുമായിട്ടൊരു കിടപ്പുണ്ട്. ഡൈനിങ് ടേബിൾ പോലും ക്ലീൻ ചെയ്തിട്ടില്ല. എന്നിട്ടും ചുമ്മാ അവിടെ നിന്ന് ഫോണും നോക്കി പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആഹാരം കഴിച്ചിട്ട് വീട്ടിലേക്കൊന്ന് ഇറങ്ങുന്നുണ്ട്. വൈജ ചുമ്മാ അവിടെ ഇരിക്കല്ലേ, ഇവർ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാണ്. എന്നാ ഞാൻ പോയി ആഹാരം കഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് പോയിട്ട് ഒരു പാത്രത്തിന് വരുന്നുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിൾ ആകെപ്പാടെ നാശമായിട്ട് വേസ്റ്റൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിലും വൈജ ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ബാബി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ആരോടെ വാശി? ഇപ്പോൾ 1 മണിക്കൂറായില്ലേ ഞങ്ങൾ പോയിട്ട്? അമ്മയ്ക്ക് ഡൈനിങ് ടേബിൾ എങ്ങനെ ക്ലീൻ ചെയ്തൂടെ? എനിക്കാരുടെ വാശി? നിങ്ങൾക്കല്ലേ ഇത് ചെയ്യില്ലെന്ന്? നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ഞാനും ചെയ്യില്ല, അത്ര തന്നെ. എന്താ ആന്റി ഇത്? ആന്റിയും കൂടെ പിള്ളേരോട് കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണോ? വീടും പരിസരവും വൃത്തിയാക്കാൻ നോക്ക്. ആരെങ്കിലൊക്കെ കയറുന്ന എന്തൊരവസ്ഥയായിരിക്കും? അങ്കിളിനോട് ഇത് പേരദോഷമല്ലേ? എൻ്റെ മനു, ഞാൻ പറഞ്ഞല്ല ശരി തന്നെയാ. അന്നും പറഞ്ഞുകൊണ്ട് ഇവളുമാര് ഒരു പണിയും പിന്നെ ചെയ്യില്ല. റെസ്റ്റ് ഇല്ലാതെ ഞാൻ കിടന്ന് പണിയാ. മനുവേട്ടാ, ഞങ്ങൾ മര്യാദയ്ക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് 3 പേരും കൂടി ഈ വീടും പരിസരമെല്ലാം വൃത്തിയാക്കി പാചകം ചെയ്ത് എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്ന. അപ്പൊ അമ്മയ്ക്ക് അഹങ്കാരം. അലീനെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് ചെയ്യണ്ടാന്ന്. ഞങ്ങളും ചെയ്യണ്ടാന്ന് വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറയാണ്, എങ്കിലേ ഞാനത് പിൻവലിച്ചു, നിങ്ങൾ ജോലി ചെയ്തോ. അലീന ചേച്ചി പറഞ്ഞതുപോലെ ജോലി ചെയ്യാൻ അമ്മ പറ, അപ്പോൾ ചെയ്യാം എന്ന് കൃഷ്ണമ്മള് പറയുമ്പോൾ, ദേ കൃഷ്ണേ, നീ എൻ്റെ ഇത് വാങ്ങിക്കും. അവളുടെ പേര് ഞാൻ ഉച്ചരിക്കില്ല, ആ നാശം പിടിച്ചവളുടെ. എങ്കിൽ ഞങ്ങൾ ജോലിയും ചെയ്യില്ല. ആഹാ, നീ അത്രയ്ക്കായോടി എന്ന് പറഞ്ഞുകൊണ്ട് വൈജി ദേഷ്യപ്പെടുമ്പം, കൃഷ്ണമോളെ നീ മിണ്ടാതിരിക്കെ, ആൻറ്റി ആഹാരം കഴിക്കാം ആൻറ്റി. അതിനുശേഷം ബബിതേ, കൃഷ്ണേ, രോഹി 3 പേരോടും കൂടിയാ. 3 പേർക്കും ഇന്നെങ്ങും പോകണ്ടല്ലോ. ഇന്ന് ഇതെല്ലാം തൂത്തു അടച്ച് വൃത്തിയാക്കി ഇട്ടേക്കണം കേട്ടോ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ വീട് പഴയതുപോലെ ക്ലീനായിരിക്കണം എന്ന് പറയുമ്പം ശരി മനുവേട്ടായെന്ന് കൃഷ്ണയും ബബിതയും പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാലും നിങ്ങൾ കേൾക്കുമല്ലേ? ഞാൻ പറഞ്ഞാൽ മാത്രമുള്ളൂ നിങ്ങൾക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ട്? മനു പറയാണ്, എൻ്റെ പൊന്നാൻറ്റി നിർത്ത്. ആൻറ്റി ഇങ്ങനെ ഓരോന്നിനും വഴക്കുണ്ടാക്കിയാലേ എന്താ ചെയ്യാ എന്നും പറഞ്ഞുകൊണ്ട് മനു പറയാണ്, വൈകുന്നേരം ഞാൻ വരുമ്പം എല്ലാ ജോലികളും തീർത്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിരിക്കണം. എവിടെ പോകാനാ എന്ന് വൈകി ചോദിക്കുമ്പം, കുളത്തൂപ്പുഴയ്ക്ക്. ആൻറ്റി മറന്നുപോയോ? ഇന്ന് മാസത്തെ അവസാന ദിവസമല്ലേ? അപ്പോൾ ആ ദിവസങ്ങളിൽ ഞങ്ങൾ കുളത്തൂപ്പുഴയ്ക്ക് പോകാറുള്ളതല്ലേ പതിവ്. ഈ മാസം പോവണ്ട.
എന്താ ആൻറ്റി ഇത്? എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ആൻറ്റി വഴക്കും ഉടക്കും ഒക്കെ ഉണ്ടാക്കും. എന്നിട്ടും ഞങ്ങൾ പോവാതിരിക്കുമോ? അതില്ല. പോകുന്നതിന് മുമ്പേ ആൻറ്റി വെറുതെ വഴക്കുണ്ടാക്കി ഒച്ചയും ബഹളം വെച്ച് വെറുതെ വായിട്ടിലേക്കാന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വീടും പരിസരമെല്ലാം ക്ലീൻ ചെയ്തിട്ട് മക്കൾ വൈകുന്നേരം റെഡിയായിട്ട് നിൽക്കേ. ഞാൻ വരാം. നമുക്ക് നേരെ പോയി രേവതിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് നമുക്ക് പോയി അലീനെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇവർ 3 പേരും നല്ല ഹാപ്പി ആവാണ്. ശരി മനുവേട്ടാ എന്ന് പറയുന്നുണ്ട്. വൈജി അപ്പോൾ പറയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ഈ പ്രാവശ്യം നിങ്ങളെ വിടില്ല എന്ന് പറയുമ്പം മനു ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. കൃഷ്ണൻ ബബിജോട് പറയാണ്, നിങ്ങളും നോയിക്കോ, നിങ്ങളെ വിടാൻ പോണില്ല. 3 പേരും സന്തോഷത്തിൽ തുള്ളിച്ചാടണ്ട. അവളെ അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഇവർ മൈൻഡ് പോലും ചെയ്യാതെ ആ ഡൈനിങ് ടേബിൾ ആദ്യം ക്ലീൻ ചെയ്യാൻ കേട്ടോ. ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടാ, രോഹിയേട്ടൻ എന്താ ചെയ്യുന്നേ? ഞാൻ മുറ്റം അടിച്ചു വാരാം. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഞാനെങ്കിലേ എല്ലാ മുറിയും തൂത്തുവാരി എല്ലാ മുറിയും ക്ലീൻ ചെയ്ത് അലക്കാനുള്ള തുണിയും കൊണ്ടിടാം. അപ്പോഴേക്കും ബബി പറയുന്നുണ്ട്, ഞാൻ ഡൈനിങ് ടേബിൾ എല്ലാം ക്ലീൻ ചെയ്ത് അടുക്കള മൊത്തം ക്ലീൻ ചെയ്ത് പാത്രവും കഴുകാം. എന്നിട്ട് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാറാകുമ്പോൾ നിങ്ങൾ എന്നോട് വരില്ലേ സഹായിക്കാൻ? എന്നിട്ട് 3 പേർ കൂടി പേരെല്ലാം തുടയ്ക്കാം. എന്നിട്ട് നമുക്ക് പാചകം ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. വൈജി അവിടെ കിടന്ന് അലയ്ക്കുന്ന പോലും ആരും ശ്രദ്ധിക്കുന്നില്ല. പൊടുന്നതിന് തന്നെ 3 പേരും കൂടി ജോലി ആരംഭിക്കാൻ കേട്ടോ. ജോലി എന്ന് വെച്ചാലോ അവർ ഭയങ്കര സ്പീഡിൽ നല്ല വൃത്തിയാക്കി കണ്ണാടി പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ മാറ്റം കണ്ട് നമ്മുടെ വൈജി തന്നെ ഞെട്ടിപ്പോകുന്നുണ്ടേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ജോലിയും ചെയ്യാതെ മടി പിടിച്ചിരുന്ന പിള്ളേരാ. മനു വന്നൊരു വാക്ക് പറഞ്ഞതോടുകൂടി എല്ലാവരും ജോലി ചെയ്തത് കണ്ട് അവർക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുകയാണ്. ഒന്നും മിണ്ടാതെ വൈജി അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് നേരെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അവളുടെ മുറിയൊക്കെ അവൾ ക്ലീനാക്കി തന്നെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലായിടത്തുമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രോഹി മുറ്റമടിച്ചിട്ട് കയറിയുമ്പോഴേക്കും കൃഷ്ണമോള് എല്ലാ മുറിയും തൂത്തുവാരി ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് അലക്കാനുള്ള തുണിയെല്ലാം കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട്. ഇതേ സമയം ബബിത ഡൈനിങ് ടേബിളും ക്ലീൻ ചെയ്ത് അടുക്കളയിലെ പാത്രവും സിങ്കും എല്ലാം കഴുകി അവളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. 3 പേരും കൂടി 3 പേർക്കും ഓരോ മോപ്പെടുത്തുകൊണ്ട് എല്ലാ മുറിയും തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ എയർ ഫ്രഷ്നൊക്കെ അടിക്കുകയാണ്. എല്ലാ ബാത്റൂമുകളും 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴുകാണ്. അങ്ങനെ 3 പേരും പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഒരാൾ അരി ഇടുന്നുണ്ട്. അപ്പോഴേക്കും മറ്റാൾ പച്ചക്കറി കട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ ചിക്കൻ എടുത്ത് കഴുകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലിയാണ്. വൈജി ഈ സമയം മുറിലിരുന്നുകൊണ്ട് ആലോചിക്കാണ്, ഇവരുടെ പോക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കണം. അതിനെന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം. എന്തായാലും കൊളത്തുപുഴയ്ക്ക് എല്ലാവരുടെ പോവല്ലേ, പോയിട്ട് വരട്ടെ. അതിനുശേഷം ഈ വൈജയന്തി ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം സമയം ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും വൈജി നല്ല ഉറക്കത്തിലായിരിക്കും. വിശന്നിട്ട് വൈജി എഴുന്നേൽക്കുന്നുണ്ട്. ഇനി ഉച്ചയ്ക്ക് എവിടെ പോയി കഴിക്കും? വാശി പിടിച്ചിരിക്കുകയല്ലേ 3 ഇനി എന്തെങ്കിലും ഉണ്ടാക്കി കാണുമോ എന്നും പറഞ്ഞ് വൈജി മുറി നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അവളങ്ങോട്ട് കയറിയപ്പോൾ കണ്ട ആ വീടേ അല്ലാതെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി കണ്ണാടി പോലെ ഇട്ടിരിക്കുന്നു. അത് മാത്രമല്ല, അവൾ നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പം ആ വാഷ് ബേസിനും സിങ്കും എല്ലായിടവും നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ചിക്കനും കറി വെച്ച് തോരനും വെച്ച് മോരും കാച്ചി ചോറും ഉണ്ടാക്കി പപ്പടം വരെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അച്ഛനെ വിളിച്ച് അവർ വരാൻ പറയുന്നുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിളിലേക്ക് ഈ എല്ലാ ഭക്ഷണവും കൊണ്ട് വെക്കുന്നുണ്ട്. വൈജയനെ പോയി കൃഷ്ണമോള് കഴിക്കാൻ വരാൻ പറയുന്നുണ്ട് കേട്ടോ. വൈജയും അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ്. ഇവരും ചുറ്റും വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രനും അങ്ങോട്ടേക്ക് കയറുകയാണ്. ആഹാ, വീടും പരിസരമെല്ലാം കണ്ണാടി പോലെ ആയല്ലോ. എൻ്റെ മക്കള് പഴയ ജോലിക്ക് ഇറങ്ങിയോ? അതേ അച്ഛാ, അലീന ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ജോലി ഏറ്റെടുത്ത് 3 പേരും കൂടി ഒരുമിച്ച് അച്ഛ എല്ലാം ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും അലീന പറഞ്ഞതൊന്നും മാറ്റം വരാൻ പോണില്ലെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവള് പറഞ്ഞ പോലെ ചെയ്തപ്പം എല്ലാം എത്ര പെട്ടെന്ന് വൃത്തിയായതല്ലേ. വീട് കാണാൻ തന്നെ ഒരൈശ്വര്യമായി. ചോറും കറികളെല്ലാം നിങ്ങൾ തന്നെയാണോ വെച്ചേ? അതേ അച്ഛാ, രോഹിയേട്ടനും ഞാനും ബബിചേച്ചികളും കൂടിയാണ് വെച്ചത് എന്നും പറഞ്ഞ് കൃഷ്ണമോള് അച്ഛനും ചോറുളമാണേ. രോഹിയപ്പോൾ ചിക്കൻ കറി കൊടുക്കുന്നുണ്ട്. ബബിത തോരനും കൊടുക്കുകയാണ്. പപ്പടം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈജയ്ക്കും ഇവർ വിളമ്പി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ സ്വയം വിളമ്പുന്നുണ്ടേ. കഴിച്ചു നോക്കിയിട്ട്
ബാലൻ ചോദിക്കുന്നുണ്ട്, ചിക്കൻ കറി ആരാ വെച്ചത്? രോഹി പറയുന്നുണ്ട്, അച്ഛാ ഞാനാ വെച്ചേ. നീയോ? കൊള്ളാലോടാ, നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ, അലീനെ വെക്കുന്ന പോലെ തന്നെ. ഇതെല്ലാം കേൾക്കുമ്പോൾ വൈജയ്ക്ക് നല്ല ചൊറിഞ്ഞു വരികയാണ് കേട്ടോ. അച്ഛാ, എന്നെ പഠിപ്പിച്ചതേ അലീന ചേച്ചിയാ. ചേച്ചി കൂടെ നിന്നുകൊണ്ട് ഓരോ കൂട്ടും എങ്ങനെ ചേർക്കണ്ടേ, എങ്ങനെ ഉണ്ടാക്കണ്ടെന്നൊക്കെ പഠിപ്പിച്ചു തന്നാ. ആ കൈപ്പുണ്യം പിന്നെ കിട്ടാതിരിക്കോ? ദേ അച്ഛാ, മോര് കാച്ചിയത് ഞാനാട്ടോ എന്ന് കൃഷ്ണമോള് പറയുമ്പം ബബിത പറയാണ്, തോരനും പപ്പടം കാച്ചിയതും ചോറ് വെച്ചതും ഞാനാട്ടോ. ഇങ്ങനെ ഒത്തൊരുമ വേണം എൻ്റെ മക്കൾക്ക് എപ്പോഴും. കുറച്ച് ദിവസമായിട്ട് അതില്ലാതിരിക്കുകയായിരുന്നു. അത് നിങ്ങളുടെ കൂടെ ഒരു പിശാച് കൂടിയുണ്ടാ. ഈ പിശാചിനടുത്ത് പുറത്തു കളഞ്ഞിട്ട് നിങ്ങൾ 3 പേരും പഴയതുപോലെ സ്നേഹിച്ച് ഇതുപോലെ ഇരിക്കണം എന്ന് പറയുമ്പോൾ വൈജിക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ കുത്തിപ്പറയുന്നതാണെന്ന്. അവള് ആ പ്ലേറ്റിൽ ആഹാരം എടുത്തുകൊണ്ട് നേരെ അവളുടെ മുറിയിലേക്ക് പോയി കഥക് വലിച്ചടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൽ പോയത് ആഹാരം കഴിക്കാണ്. അപ്പൊ ബബിത പറയാണ്, അച്ഛാ കുറച്ച് മാറ്റമുണ്ട്. നേരത്തെ ആണെങ്കിൽ ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോവായിരുന്നു, ഇപ്പൊ എന്തായാലും ആ പ്ലേറ്റും കൊണ്ടല്ലേ പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങൾക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം? രാവിലെ മനുവേട്ടൻ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടിട്ട് ഞങ്ങളെ വഴക്ക് പറഞ്ഞു. എല്ലാ ജോലിയും പഴയതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അമ്മയുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ കടയിലേക്ക് കൊണ്ടുപോയി ആഹാരം വാങ്ങിച്ചു തന്നു. പിന്നെ മനുവേട്ടൻ വൈകിട്ട് വരുമെന്ന് പറഞ്ഞച്ചാ. എന്താ കാര്യം? റെഡിയായി നിൽക്കാൻ പറഞ്ഞു, കുളത്തുപുഴയ്ക്ക് പോകാൻ. ഓ, ഇന്ന് 30-ാം തീയതി ആണല്ലോ അല്ലേ? അലീനെ കാണാൻ പോണ ദിവസമാണല്ലോ അല്ലേ എന്ന് ചോദിക്കാണ്. അതെ അച്ഛാ, വൈകിട്ട് റെഡിയായി നിൽക്കാനാ പറഞ്ഞത്. എന്നിട്ട് രവതിക്കുട്ടിയും കൂട്ടി ആ വഴി ഞങ്ങൾ പോകും എന്ന് പറയുമ്പം രോഹിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നുണ്ടേ. അത് കൃഷ്ണമോള് ശ്രദ്ധിക്കാണ്. കൃഷ്ണമോൾ വന്നിട്ട് ചിരിക്കുന്നുണ്ടേ. ബാലൻ ചോദിക്കാണ്, നീ എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ലച്ചാ, അലീന ചേച്ചിനെ കാണാൻ പോകുന്ന സന്തോഷം ഓർത്തിട്ടാ. എല്ലാവരും സൂക്ഷിച്ചു പോയിട്ടോ. പിന്നെ അവിടെ പോയി അലമൊന്നും ഉണ്ടാക്കരുത്, അയാൾക്ക് നമ്മളൊരു ബാധ്യതയാവില്ലേ? അങ്ങനൊന്നുമില്ലച്ചാ, ഞങ്ങൾ പറഞ്ഞില്ലേ അയാളെ മിണ്ടാറ് കൂടിയില്ല. ഞങ്ങൾ പോയി ആഹാരം കഴിക്കും, ചേച്ചിയുടെ കൂടെ കളിച്ചു നടക്കും, പിന്നെ എല്ലായിടം ചുറ്റിക്കറങ്ങും, അടിച്ചു പൊളിച്ച് ഒരു ദിവസം കഴിയുമ്പോൾ ഇങ്ങ് പോരും എന്ന് പറയുന്നുണ്ടാ. എന്തായാലും നിങ്ങൾ പോയിട്ട് വാ. പിന്നെ മനുവിനാണല്ലോ പ്രത്യേക തിടുക്കം അലീനെ കാണാൻ. അതല്ലാതെ അത് പിന്നെ അങ്ങനല്ലേ അച്ഛാ വരുവുള്ളൂ. മനുവേട്ടന് ചേച്ചി എന്ന് വെച്ചാൽ ജീവനാ. ചേച്ചിക്കും തിരിച്ച് അങ്ങോട്ടാ. പക്ഷെ ചേച്ചി അങ്ങനൊന്നും വിട്ട് പറയാറില്ലെന്നേ ഉള്ളൂ. പിടി കൊടുക്കാതെ നടക്കുക കള്ളി എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ. അവർ തമ്മിൽ എന്തായാലും നല്ല മാച്ചല്ലേ അച്ഛാ? കണ്ടാൽ തന്നെ എന്തായാലും ചേർച്ചയാ. അലിൻസിനെ കാണാൻ പോകുന്ന ദിവസവും കാത്തിരിക്കുക മനുവേട്ടൻ. ചേച്ചി അങ്ങനെ തന്നെയാ, മനുവേട്ടൻ വരുന്നത് നോക്കിയായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം തന്നെ വൈജയന്തി ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം 3 പേരും കൂടി ഒന്ന് ഉറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും മനു വരുന്നുണ്ട്. ചായയും കുടിച്ച് പലഹാരമൊക്കെ കഴിച്ചുകൊണ്ട് ഇവർ 3 പേരും ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ സമയം വൈജ മുറിയിൽ തന്നെ ഇരിക്കുകയാണേ. അവർ 3 പേരും ഡോറിൽ പോയി മുട്ടിയിട്ട് ഞങ്ങൾ കുളത്തുപുഴയ്ക്ക് പോവാണെന്ന് പറയുമ്പം അവൾ മൈൻഡ് വെൽ ചെയ്യാതെ അകത്തിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരിറങ്ങി പോയി വണ്ടിയിൽ കയറുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, അല്ല മേഡം ആൻറ്റി എന്ന് പറഞ്ഞില്ലേ? ഡോർ പോലും തുറന്നില്ല, ഡോറ് വലിച്ചടക്കിയായിരുന്നു. എന്തായാലും കാണിക്കട്ടെ, ഇറങ്ങി വന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും, അതിലും നല്ലതാ അകത്തടച്ചിരിക്കുന്നത് എന്ന് പറയാണ്. ഇവർ കാറിൽ കയറി പോയോണ്ട് തന്നെ ഇവിടെ വന്ന് ഡോറ് തുറക്കുകയാണ് കേട്ടോ. പോയിക്കോ പോയിട്ട് ഇങ്ങോട്ട് വാ. അതിനുശേഷം ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അലീന അവിടുത്തെ പൂർത്തിയെ നിർത്തും, അവളെ അവിടുന്ന് ഞാൻ ഓടിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ തന്നെ ഇരിക്കുകയാണ്. രാത്രിയിൽ ബാലചന്ദ്രൻ കടലിൽ തന്നെ ഇരിക്കുമ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ബാലേട്ടാ വീട്ടിൽ പോകുന്നില്ലേ? ഇന്ന് പോകാനൊരു മനസ്സില്ല, എന്തു പറ്റി? പിള്ളേരെല്ലാം കൂടി കുളത്തുപുഴയ്ക്ക് പോയിരിക്കാം. അലീനെ കാണാനോ? അതെ, വൈജ മാത്രമുള്ള വീട്ടിൽ അങ്ങോട്ടേക്ക് പോണ കാര്യം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എൻ്റെ മക്കളും അലീനെ കൊണ്ടായപ്പോൾ ആ വീട് ഒരു സ്വർഗമായിരുന്നു, ഇപ്പോൾ അതൊരു നരക. ഗോവർദ്ധ ഒന്നും പറയണ്ട. എങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോരെ, ഇന്ന് പെങ്ങളുടെ കയ്യിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് അവിടെ കിടക്കാം. അതൊന്നും വേണ്ട. അതെന്താ ബാലേട്ടാ, എത്ര നാളെ വീട്ടിലേക്ക് വന്നിട്ട്? വാ ബാലേട്ടാ എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ ഗോവർദ്ധനോടെ പോകാൻ തയ്യാറാവാണ്. പക്ഷേ എന്നെ മരുന്നും ബാക്കി സാധനമൊക്കെ വീട്ടിൽ ഇരിക്കുകയല്ലേ, അതിനെന്താ ഞാൻ പോയി കൊണ്ടുവരാം എന്ന് പറഞ്ഞൊരു ഗോവർദ്ധൻ അപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് നെടുമ്പിലേക്ക് ചെല്ലുകയാണേ. ഡോറ് തുറക്കുന്നത് വൈജിയാണ്. ഗോവർദ്ധനോ? അല്ല, അയാളെവിടെ? നിന്റെ അളയൻ. എന്താ ചേച്ചി ഇത്? ചേച്ചിയുടെ ഭർത്താവിനെയാണോ അയാളെന്നൊക്കെ വിളിക്കുന്നത്?
എന്നോട് ബഹുമാനത്ത ആളെ അങ്ങനെ കണ്ടാൽ മതി. ആ അപ്പിന്നെ ഞാനൊരു കാര്യം പറയാം. അങ്കിൾ ബാലൻ കഴിക്കുന്ന മരുന്നൊക്കെ ചേച്ചിക്ക് അറിയോ? അതൊക്കെ ഒന്ന് എടുത്തു തരാമെന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. മരുന്നൊക്കെ എടുക്കാനോ? അതിന് അയാൾ ഇങ്ങോട്ട് വരില്ലേ? ഇല്ല, ഇന്ന് വീട്ടിലേക്കാണ് വരുന്നേ. ഞങ്ങൾ വീട്ടിൽ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഇന്ന് പെങ്ങളുടെ കൂടാന്ന് കരുതി എന്നും പറഞ്ഞുകൊണ്ട് നേരെ മുകളിലേക്ക് പോയിട്ട് ബാലറ്റിന് ആവശ്യമുള്ള ഡ്രസ്സും എടുത്ത് മരുന്നുമൊക്കെ എടുത്തുകൊണ്ട് താഴേക്ക് വരികയാണ്. അതെന്താടാ, ഞാൻ തന്നുള്ളതാണോ അയാൾ ഇങ്ങോട്ട് വരാത്തത്? എൻ്റെ ചേച്ചി, എനിക്കൊന്നും അറിയില്ല. ചേച്ചി നേരിട്ട് തന്നെ ചോദിച്ചോ. ഞാൻ എന്തായാലും ഇതൊക്കെ കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവാണ്. വൈജ ഡോറ് വലിച്ചടച്ചിട്ട് സെറ്റിൽ പോയി ഇരിക്കുന്നു കേട്ടോ. തൻ്റെ മക്കളും തന്നെ അവോയ്ഡ് ചെയ്യുന്നു, തൻ്റെ ഭർത്താവും അവോയ്ഡ് ചെയ്യുന്നു. ഇതിനെല്ലാ കാരണക്കാരി അവളാണ്, അലീന. ഇനി അവളെ വെറുതെ വിടാൻ പാടില്ല. അവളെ കാരണമാണ് എൻ്റെ ജീവൻ നശിച്ചത് എന്നൊക്കെ വൈജ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോവർദ്ധൻ തുണിയും മരുന്നും കൊണ്ട് നേരെ കടയിലേക്ക് ചെല്ലുന്നുണ്ട്. കട പൂട്ടിയപ്പോഴേക്കും ബാലേന്ദ്രനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. സെക്യൂരിറ്റിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട്. താക്കോൽ ഗോവർദ്ധനെ ഏൽപ്പിക്കുകയാണ്. മരുന്നും ഡ്രസ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. അവളവിടെ ഉണ്ടായിരുന്നോ? ആ പൂതന എന്തെങ്കിലും പറഞ്ഞോ? ഓ, അങ്ങോട്ട് ചെന്നപ്പോൾ അയാൾ വരില്ലെന്നൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങോട്ടാണെന്ന് പറഞ്ഞു. ഞാനുള്ളതുകൊണ്ടാണ് വരാതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ലെന്നും പറഞ്ഞ് ഞാനവിടെ തടി തപ്പി എന്ന് പറയുന്നുണ്ട്. അവൾ സ്വസ്ഥതയോടെ ജീവിക്കട്ടെ, അവൾക്കതല്ലേ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ രണ്ടുപേരും കൂടി സുലോചനടുത്തേക്ക് പോവാണ്. സുലോചന ബാലനെ കണ്ടപാടെ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. ബാലേട്ടൻ കുറെ ചോക്ലേറ്റും കുറെ സാധനമൊക്കെ ആയിട്ടാണ് ചെന്നത്. അതെല്ലാം സുലോചന മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. മാമാന്നും പറഞ്ഞ് അവരും വന്ന് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അങ്ങനെ അവർ ഒരുപാട് നാൾക്ക് ശേഷമാണല്ലോ ബാലേട്ടനെ കാണുന്നത്. ഭയങ്കര സ്നേഹത്തിലായിരിക്കും. ബാലേട്ടനും കൊണ്ടുവന്നെല്ലാം അവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ സുലോചന പറയാണ്, എത്ര നാളായി ബാലൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്? കുട്ടികൾ പോലും ആശ്ചര്യക്കായിരുന്നു കാണാൻ. എൻ്റെ സുലോചനെ, നിനക്കറിയില്ലേ കാര്യങ്ങളെല്ലാം? ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ കാരണം എന്താണെന്ന് ഇവനോട് ചോദിച്ചു നോക്ക്. ബാലട്ടൻ പോയി ഞാൻ കുളിക്ക് ബാലട്ടാ, ഞാനപ്പോഴേക്കും ഭക്ഷണം എടുക്കാമെന്ന് പറയാണ്. അങ്ങനെ ബാലൻ പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും സുലോചന ഡൈനിങ് ടേബിളിൽ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പം സുലോചന ചോദിക്കുകയാണ്, ഇന്ന് വീട്ടിലേക്ക് പോകാതിരുന്നത് പിള്ളേരില്ലാത്തതുകൊണ്ടല്ലേ? ചേച്ചി ഇനി അതിനെന്തെങ്കിലും പറയുമോ? അവൾ എന്താ വെച്ചാൽ അവിടെ കിടന്ന് പറയട്ടെ. അല്ലെങ്കിൽ തന്നെ അവൾ അങ്ങനെ മിണ്ടാതിരിക്കുന്നതല്ലല്ലോ. 24 മണിക്കൂറും ബാക്കിയുള്ളവർക്ക് ഒരു സ്വൈര്യം കൊടുക്കില്ല. എൻ്റെ കുട്ടികൾക്ക് പോലും സ്വൈര്യം കൊടുക്കില്ല. സുലോചന പറയാണ്, നടന്ന സംഭവമെല്ലാം ഏട്ടൻ എന്നോട് പറഞ്ഞു. കുട്ടികളോട് ശത്രുതയാണ്. അതൊക്കെ അങ്ങനെ കിടക്കും. അല്ലേ തന്നെ നമുക്കറിയാവുന്നതല്ലേ വൈജയന്തി ആരാണെന്ന്. ഇപ്പോൾ അതൊന്നും അല്ല, അതിലപ്പുറം അവള് എന്ന് പറയുന്നു കേട്ടോ. ഗോവർദ്ധൻ എന്തായാലും ഈ സുലോചനയുടെ അവള് ആ പ്രസവിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ച് ബാലേന്ദ്രൻ അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഗോവർദ്ധനും സുലോചനയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വീട്ടിലേക്ക് ബാലേന്ദ്രൻ വന്നുകൊണ്ട് തന്നെ ശരിക്കും ഈ ബാലേന്ദ്രന് ഒരു പാവപ്പെട്ടവനായിരുന്നല്ലോ. വസ്ത്രമൊന്നുമില്ല, ആഹാരമൊന്നുമില്ല. അങ്ങനെ കൊല്ലപ്പള്ളി വീട്ടില് ജോലിക്കാരൻ്റെ മകനായിരുന്നല്ലോ. ആ സമയത്ത് നമ്മുടെ വൈജയന്തിൻ്റെ അമ്മയൊക്കെ ആണെങ്കിലോ പട്ടിക്ക് കൊടുത്ത ഭക്ഷണം വരെ നമ്മുടെ ബാലന് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ബാലനെ. അതുകൊണ്ട് തന്നെ ബാലന് ഒരു വാശിയായിരുന്നു. ബാലനടുത്ത് സുലോചനയെ അതുപോലെ തന്നെ അവിടെ കളിച്ചോളുന്നവരായിരുന്നല്ലോ. ഇവർക്ക് ആഹാരമോ കഴിക്കാൻ ആഹാരമോ വസ്ത്രമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തും ഒരുപാട് ക്രൂരന്മാരാണ് കേട്ടോ കൊല്ലപ്പള്ളിക്കാരെ പെരുമാറിയതൊക്കെ. ആ ഒരു വാശിയൊക്കെ മനസ്സിൽ വെച്ച് ആ വൈജയനെ തന്നെ സ്വന്തമാക്കണമെന്ന് കരുതിയാണ് നമ്മുടെ ബാലേന്ദ്രൻ ഗൾഫിലേക്ക് പോകണതും സമ്പാദിക്കുന്നതും തിരിച്ചു വരുന്നതൊക്കെ. അങ്ങനെ ബാലേന്ദ്രൻ പച്ചവെച്ചതിന് ശേഷം കേട്ടോ സുലോചനനെ നല്ലതൊക്കെ കെട്ടിച്ചയച്ചതും ഗോവർദ്ധനെ തൻ്റെ സ്ഥാപനത്തിലേക്ക് എടുക്കുന്നതും അവർ നല്ലവണ്ണം ജീവിക്കുന്നതൊക്കെ കേട്ടോ. അങ്ങനെ ബാലനോട് ഇവർക്ക് പ്രത്യേക ഒരു മതിപ്പ് സ്നേഹമാണ്. സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ സുലോചനയുടെ വിവാഹമൊക്കെ നടത്തിയത്. അതുകൊണ്ട് തന്നെ സുലോചനയ്ക്കൊക്കെ പ്രത്യേക ഒരു ബഹുമാനം കേട്ടോ ബാലേന്ദ്രനോട്. അങ്ങനെ അതിനുശേഷം കുളത്തുപുഴയ്ക്ക് ഇവരെല്ലാം പോയിട്ട് തിരികെ വരികയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ പോയി അടിച്ചു പൊളിച്ച് മനുവും അലീനയും കുറേ നിമിഷങ്ങളൊക്കെ സ്വകാര്യമായി പങ്കുവെക്കുന്നുണ്ട്.
അവർ തമ്മിൽ ഭയങ്കര റൊമാൻറ്റിക് ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രോഹിത്തും രേവതിക്കുട്ടിയും അവരുടെ ലോകത്ത് ജീവിക്കുകയാണ്. അങ്ങനെ എല്ലാം കുളത്തുപുഴയ്ക്കെല്ലാം പോയി അടിച്ചു പൊളിച്ച് അവർ തിരികെ വരുന്നുണ്ട്. സ്റ്റാൻലിക്കാണെങ്കിൽ ഇപ്പോൾ ഇവർ വന്നു പോകുന്നത് ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ആദ്യമൊക്കെ വലിയൊരു താല്പര്യമില്ലെങ്കിലും ഇപ്പോൾ ഭയങ്കര കാര്യമാണ്. വന്നു പോകുമ്പോൾ വീടിനൊക്കെ ഒരു ഒച്ചയടക്കം ഉണ്ടാവുമല്ലോ എന്ന് അയാളിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാം കുളത്തുപുഴയ്ക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഇവരെങ്ങോട്ടാണ് പോയെന്നൊക്കെ വൈകി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേട്ടോ. കുളത്തൂപ്പുഴയിൽ അങ്ങനൊരു എസ്റ്റേറ്റിലാണെന്നൊക്കെ ഇവരുടെ സംസാരത്തിൽ നിന്നൊക്കെ അവൾ പിടിച്ചെടുക്കുന്നുണ്ട്. രോഹിത്തിനോടും ബബിനോടും ചോദിക്കുന്നുണ്ട് ഏത് വീട്ടിലാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ അവർ സ്ഥലമൊക്കെ പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ. എന്നാൽ ഇവൾ പോകുമെന്നുള്ള ഒരു ചിന്ത പോലും ഇവർക്കില്ലല്ലോ. അങ്ങനെ വൈജയാണെങ്കിൽ എങ്ങനെയെങ്കിലും അലീനെ കണ്ട് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണം, ഇപ്പോഴും തൻ്റെ ഭർത്താവിനെയും മക്കളെയും അവൾ പിടിച്ചു വച്ചിരിക്കുകയാണെന്നുള്ള രീതിക്ക് സംസാരിച്ച് അവളെ നാണം കെടുത്തണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ പിറ്റേ ദിവസം തന്നെ ഒരു വണ്ടി വിളിച്ച് വൈജ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. വൈജ എങ്ങോട്ടാണ് പോയത് എന്തിനാണെന്നൊന്നും ഇവർക്കാർക്കും അറിയില്ല. മക്കളാണെങ്കിലും അച്ഛനോട് പറയുന്നുണ്ട് അമ്മയോടെ പോയി രാവിലെ പോയതാണ്, ടാക്സി വിളിച്ചാൽ പോയത്, എങ്ങോട്ടൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്ങോട്ടെങ്കിലും പോട്ടെ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജയന്തി രാവിലെ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നതാണ്. ഉച്ചയാകുമ്പോഴേക്കും ആ ഒരു എസ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റാലിയും അതുപോലെ അപ്പച്ചനോടില്ല കേട്ടോ, അലീനയും ബാക്കി ജോലിക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവള് ആ വണ്ടിയായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പം ഗേറ്റ് തുറന്നു കിടക്കാണ്. അപ്പോൾ നോക്കുമ്പം നിറയെ പട്ടികളാട്ടോ. മേഡം ഇവിടെ നിറയെ പട്ടികളാണല്ലോ, ഇവിടെ എങ്ങനെ ഇറങ്ങും എന്ന് ചോദിക്കുമ്പം താൻ വണ്ടി അകത്തേക്ക് വിടടോ എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറി ആ വീടിന്റെ വാതിക്കലേക്ക് വൈകി ചെന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ചുറ്റും പട്ടികൾ കൂടുകയാണേ. അപ്പോഴേക്കും ആൻ്റെപ്പം വന്ന് ആരാന്ന് ചോദിക്കുമ്പം ഇവിടെയല്ലേ അലീന എന്ന് പറഞ്ഞവൾ എന്ന് പറയുമ്പം അതേ എന്ന് പറയുന്നുണ്ട്. അവളെന്ന് കാണാൻ വന്നതാ എന്ന് പറയുമ്പം അകത്തേക്ക് കയറുക മേഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. മേഡം പാലയെന്നാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറയുന്നുണ്ട്. പാലയെന്ന് ഇന്നലെ കുട്ടികളെല്ലാം വന്നിരുന്നു. മാസം അവർ വരുമ്പോഴാ ഒരു സമാധാനം. ഇവിടെ ഒരു അച്ഛനൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടികളെല്ലാം ഇന്ന് രാവിലെ അങ്ങ് പോയതേ ഉള്ളല്ലോ. അതെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അല്ല മേഡം ആരാന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം, അവക്കറിയാതെ പറയാണേ. അങ്ങനെ അയാള് വൈജയന്തനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ടേ. അകത്തും സെറ്റിയിലും സോഫയിലൊക്കെ നിറയെ പട്ടികളാണല്ലോ. വൈജയ്ക്കത് കണ്ടിട്ടും തുള്ളി പേടി പോലും ഇല്ല. അവളുടെ മനസ്സ് നിറയെ അലീനുള്ള ദേഷ്യം മാത്രമേ ഉള്ളല്ലോ. അകത്തേക്ക് ചെല്ലുമ്പോൾ സ്റ്റാലിയും അലീനയും കൂടി രണ്ടുപേരും മുറിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ മനുവിൻ്റെ കാര്യവും രേവതിക്കുട്ടിയുടെയും മക്കളുടെ കാര്യമൊക്കെ സംസാരിക്കുകയായിരിക്കും. ആ സമയത്താണ് ആൻ്റപ്പം വന്നിട്ട് അലീനയ്ക്ക് ഒരു വിസിറ്ററുണ്ട് എന്ന് പറയാണ്. എനിക്കോ ഇന്ന് നേരം വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, പിന്നെ ആരാണെന്ന് ഓർക്കുന്നുണ്ട്. സ്റ്റാലി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആരാ വരാനുള്ളത്? ഏയ് ആരുമില്ല, ഇനി അച്ഛനെങ്ങാണോ ആയിരിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന തുള്ളിച്ചാടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആരാണെന്ന് അറിയാനായിട്ട് സ്റ്റാലിയും പുറകെ പോകാൻ ഒരുങ്ങാണ് കേട്ടോ. അലീന ഹാളിലേക്ക് വരുമ്പം ആ കാഴ്ച കണ്ട് അവൾ സ്തംഭിച്ച് നിന്ന് പോവാണ്. തൊറ്റു ഫ്രണ്ടിൽ ദാ നിൽക്കുന്നു വൈജയന്തി, തൻ്റെ സ്വന്തം അമ്മ. പിന്നാലെ വരുന്നത് മറ്റാരുമല്ല സ്റ്റാലി ജോസഫ്, തൻ്റെ അച്ഛൻ. അമ്മയും അച്ഛനും കണ്ടുമുട്ടിയ എല്ലാം തീരും എന്ന് പറയുന്നു കേട്ടോ. അവൾ പെട്ടെന്ന് സ്റ്റാലിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് അച്ഛനോട് ഇരുന്നോ, അത് വേറെ ആരുമല്ല എൻ്റെ പരിചയത്തുള്ള ഒരാളാ എന്ന് പറയുമ്പം അയാളെ ഞാൻ കാണണ്ടേ ചോദിക്കുമ്പം അത് വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന നേരെ വൈജയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ മേഡം എന്താ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുകയാണ്. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്ന ആടി എന്ന് പറയുമ്പം എന്താ മേഡം കാര്യമെന്ന് ചോദിക്കുന്നുണ്ടേ. ആഹാ കാര്യം ഇപ്പോൾ നിനക്ക് അറിയില്ലേ, അവിടെ നിന്ന് വന്നിട്ടും നീ എൻ്റെ ഭർത്താവിനെയും മക്കളെയും ഇപ്പോഴും പിടിച്ചിരിക്കല്ലടി. നിന്നെ അവിടുന്ന് പറഞ്ഞിടാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നിട്ട് നീ ഇപ്പോൾ എന്നെ വിടാതെ പിന്തുടരുകയല്ലേ. നീ പോയിട്ടും എൻ്റെ വീട്ടിൽ ഒരു സമാധാനം ഇല്ല. നീ കാരണം എൻ്റെ ഭർത്താവും മക്കളും എന്നെയിപ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പം ആ ഒച്ച കേട്ടുകൊണ്ട് സ്റ്റാലിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അലീന ആരാത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് അലീന അടുത്തേക്ക് വരുമ്പോഴായിരിക്കും ആ ഞെട്ടിക്കുന്ന കാഴ്ച സ്റ്റാലിയും വൈജയും കൂടെ കാണുന്നത്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റാലി വൈജയനെയും വൈജ സ്റ്റാലിയെയും കാണുന്ന കേട്ടോ. രണ്ടുപേരും തരിച്ചു നിന്ന് പോവാണ്.
നടുക്ക് നിൽക്കുകയാണ് അലീന. അവക്കെന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പോഴേക്കും വൈജ നിറ കണ്ണുകളോടെ സ്റ്റാലിനെ നോക്കുന്നുണ്ട്. സ്റ്റാലിനെയും വൈജയെ നോക്കി അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വൈജ സ്റ്റാൻലി എന്ന് പറയുമ്പോൾ അതെ ഞാൻ സ്റ്റാൻലിയാണ്, സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നുണ്ട്. വൈജ അപ്പോഴേക്കും സാരിത്തലപ്പ് കൊണ്ട് മുഖം മൂടിയിട്ട് ആ സോഫയിലേക്ക് പോയിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അലീന മേഡം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് പോയിരിക്കുകയാണ്. മാറടി എന്ന് വൈജ പറയുമ്പോഴേക്കും അലീന മേഡത്തിന് ഇദ്ദേഹത്തെ അറിയുമോ എന്ന് ചോദിക്കുമ്പം വൈജ ഇല്ല എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം മേഡം എന്ന് പറയുമ്പം ഞെട്ട് തിരിഞ്ഞുകൊണ്ട് അലീന നോക്കാണ്. മേഡം ഇത് വേറെ ആരുമല്ല എൻ്റെ അച്ഛനാ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പം അതും ഞെട്ടിലൂടെ കേൾക്കാണേ. നിന്റെ അച്ഛനോ എന്ന് ചോദിക്കുമ്പം അതെ. മേഡത്തിന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുമ്പം ഇവക്കൊന്നും മനസ്സിലാവാതെ നിൽക്കാണ്. അപ്പോഴേക്കും സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട് നമ്മുടെ വീട്ടുകാരെ വൈജെ നമ്മളെ ചതിച്ചത് 23 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ നിന്റെ വീട്ടുകാരും എന്നെ എൻ്റെ വീട്ടുകാരും ചതിക്കായിരുന്നു, നമ്മളെ ഒന്നിക്കാൻ സമ്മതിക്കാതെ. പിന്നെ നീ അറിയാത്ത വലിയൊരു സത്യമുണ്ട്. നീ എന്നെ പ്രസവിച്ചില്ലേ ഒരു കുഞ്ഞിനെ, അതിനൊന്ന് കാണാൻ പോലും നിന്നെ ആരും സമ്മതിച്ചില്ലല്ലോ. അത് മരിച്ചു പോയെന്നല്ലേ നിന്നോട് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാളെ പറയാണ് ദേ അവളാണ് ഈ വളർന്നു വലുതായി നിൽക്കുന്ന അലീന നമ്മുടെ മോള് എന്ന് പറയാണ്. അത് കേട്ടുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വൈജയ്ക്ക് എന്ത് പറയണം എന്ന് ചെയ്യണം ഒന്നൊന്നും അറിയില്ല. അവൾ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്, എന്താ പറയുന്ന പോലും മനസ്സിലാവാതെ. അപ്പോഴേക്കും അലീന അവളുടെ ഷാളിന്റെ തലപ്പോണ്ട് മുഖം പൊത്തിക്കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. വൈജ് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ആ കുഞ്ഞ് അന്ന് തന്നെ മരിച്ചു പോയതല്ലേ? അല്ല അന്ന് മരിച്ചില്ല. നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും പിന്നെ രാമുണ്ണിയാരൊക്കെ കൂടി കള്ളം പറഞ്ഞതാ. അന്ന് അവർ കൊണ്ട് ചേർത്ത അനാഥാലയത്തില് ചേർത്തിരുന്നു ഈ അലീനനെ. അന്ന് ആ സ്ഥാപനം ബ്രിജിത്ത മമ്മി എന്ന് പറഞ്ഞ ആളെ നിനക്കറിയാമല്ലോ, അവരുടെ കയ്യിലായിരുന്നു ഈ കുട്ടിയെ കൊണ്ട് ഏൽപ്പിച്ചത്. അവരാ നമ്മുടെ മകളെ പൊന്നുപോലെ 23 വർഷക്കാലം വളർത്തിയത് എന്ന് പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ നമ്മൾ സംഭവങ്ങളെല്ലാം സ്റ്റാൻലി പറയാണ്. താൻ ചതിച്ചതല്ലെന്നും അന്ന് അമ്മ മരിച്ചതുകൊണ്ട് തന്നെ അവിടുന്ന് പോവേണ്ടി വന്നെന്നും പിന്നീട് അന്വേഷിച്ച് 2 തവണ വീട്ടിലേക്ക് വന്നപ്പോഴും സഹോദരന്മാർ മർദ്ദിക്കാൻ ശ്രമിച്ചെന്നും അവൾ വേറെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞെന്നും ഒക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം വൈജയും പറയുന്നുണ്ട് തന്നോടും പറഞ്ഞത് കുഞ്ഞ് മരിച്ചുപോയി, സ്റ്റാൻലി വേറെ വിവാഹം കഴിച്ചെന്നൊക്കെയാണ് എന്തൊക്കെയാണ് കേട്ടോ വീട്ടുതലങ്ങളിലാണോ എന്നും നമ്മുടെ വൈജ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അലീന പറയാണ് ഇപ്പോൾ മേഡത്തിന് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാ അവിടെ വന്ന് നിങ്ങൾ കൂടെ താമസിച്ചെന്ന്? എൻ്റെ കൂടെപ്പറപ്പ് അവരെന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് എന്തുകൊണ്ടാണെന്നും മേഡത്തിന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ ബാലേന്ദ്രന് സത്യങ്ങളെല്ലാം അറിയുമോ എന്ന് ചോദിക്കാണ്. അറിയാം മേഡം, എല്ലാ സത്യങ്ങളും അച്ഛൻ അറിയാം എന്ന് പറയുന്നു കേട്ടോ. അച്ഛൻ അറിയേണ്ട സാഹചര്യങ്ങളും ബാലേന്ദ്രന് അലീനയെ സ്നേഹിച്ചതും സ്റ്റാൻലി തപ്പി പിടിച്ചതും ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വൈജ പറഞ്ഞ് മനസ്സിലാക്കാണ്. ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും അലീന വൈജയോട് പറയുന്നുണ്ട്. അച്ഛൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു, അതുകൊണ്ടാണ് അമ്മയുടെ വെറുപ്പ് കാണിക്കുന്നത്. അമ്മ സ്നേഹിക്കുകയാണെങ്കിൽ മാത്രമേ അച്ഛനെ സ്നേഹിക്കുകയുള്ളൂ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വൈജയോട് പറയുന്നുണ്ട് കേട്ടോ. നേരം ഏറെ കടന്നു പോവാണ്. 3 പേരും പരസ്പരം സ്വന്തം മകളെ നോക്കി ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. പരസ്പരം ഒന്ന് കെട്ടിപ്പിടിക്കണം, പഴയ കാര്യങ്ങളിലെന്ന് പറയണമെന്നൊക്കെ 2 പേർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ 2 പേരും ചുറ്റും മുള്ളുവരികളാണല്ലോ. 2 പേർക്കും ഇപ്പോൾ വേറെ കുടുംബമായി മക്കളായി. അതുകൊണ്ട് അതിനൊന്നും ഇനി സാധിക്കില്ല. സ്വന്തം വികാരങ്ങളെയും വിഷമങ്ങളെയൊക്കെ കടിച്ചമർത്താനല്ലേ പറ്റുള്ളൂ. അതിനും കൂടി വൈജ അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരു തവണയെങ്കിലും നിനക്കിവിടെ പറഞ്ഞില്ലായിരുന്നോ നീ എൻ്റെ മകളാണെന്ന്? എന്തിനാ നീ മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയാണ് അമ്മയുടെ ജീവിതം തകരാതിരിക്കാനാ. അമ്മ സത്യങ്ങൾ അറിഞ്ഞെന്ന് അച്ഛനറിഞ്ഞ ആ നിമിഷം തന്നെ അമ്മയെ ഡിവോഴ്സ് ചെയ്യും. അതുകൊണ്ടാമേ ഒരു കാര്യങ്ങളും ഞാൻ പറയാതിരുന്നത്. ഈ സത്യം മറ്റാർക്കൊക്കെ അറിയാൻ ചോദിക്കുമ്പം കൃഷ്ണമ്മക്ക് അറിയാണെന്ന് അറിയാൻ അലീന പറയുന്നില്ല. ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ
വൈജ കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും പഴയ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഴയ തൻ്റെ പ്രണയകാലങ്ങളൊക്കെ രണ്ടുപേരും അയവിറക്കുന്നുണ്ട് കേട്ടോ. അലീനയോട് യാത്ര പറഞ്ഞിട്ട് ഇനി നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല, നീ അങ്ങോട്ടേക്ക് തിരികെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അമ്മ ഇവിടെ വന്നു എന്നും സത്യങ്ങൾ അറിഞ്ഞു എന്നും ഒരു കാരണവശാലും അച്ഛൻ അറിയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന അവളെ പറഞ്ഞയക്കുന്നത് കേട്ടോ. മനസ്സില്ലാ മനസ്സോടെ വൈജു സ്റ്റാൻലിയെ നോക്കി തൻ്റെ മകളെ നോക്കി അവിടുന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി പോവാണ് കേട്ടോ. ഇത്രയും കാലം താൻ ദ്രോഹിച്ചത് തൻ്റെ മകളെ ആയിരുന്നല്ലോ. ഇത്രയും കാലം തൻ്റെ പ്രാണനെ പോലെ കൊണ്ടുവരുന്ന സ്റ്റാൻലി ഇവരുണ്ടെന്ന് താൻ അറിഞ്ഞില്ലല്ലോ. തൻ്റെ ഭർത്താവ് എല്ലാ സത്യങ്ങളും അറിഞ്ഞു, അതുകൊണ്ടാണ് തന്നോട് വെറുപ്പ് കാണിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിവുകളോട് കൂടിയിട്ട് വൈജ ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. കരഞ്ഞോണ്ടിറങ്ങിപ്പോന്ന വൈജനെ ആദ്യപ്പം നോക്കുകയാണേ. അല്ല കുഞ്ഞെ, അതാരാ പോയത്? അത് പാലായിലുള്ള എൻ്റെ അമ്മയാ. പാലയുള്ള അമ്മയോ? അന്നിവിടെ വന്നില്ലേ? ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിൻ്റെ വൈഫാ. ആഹാ, മോളെ ഒരുപാട് ഇഷ്ടമാണോ? പിന്നല്ലാതെ എന്നെ ഒത്തിരി ഇഷ്ടാ. അതുകൊണ്ടല്ലേ എന്നെ വിട്ടുപോകാനുള്ള വിഷമത്തിൽ കരഞ്ഞോണ്ട് പോയത്. ഇങ്ങോട്ട് വന്നപ്പോൾ ദേഷ്യത്തിലായിരുന്നു. ഞാൻ കരുതി ഇനി ശത്രുക്കളാരെങ്കിലും ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ആൻ്റപ്പനും പറയുന്നുണ്ട് കേട്ടോ. അലീനയും സ്റ്റാലിനെയും മുഖത്തോടെ മുഖം നോക്കിയിരുന്ന് രണ്ടുപേരും കരയാണ്. എന്ത് ചെയ്യണമെന്ന് രണ്ടുപേർക്കും അറിയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരുമിച്ച് തനിക്കിനി ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന് അലീനയ്ക്കറിയാം. രണ്ടുപേരും ഇപ്പം രണ്ട് ധ്രുവങ്ങളിലാണ്. രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാന്നുള്ളത് ഒരിക്കലും നടപ്പുള്ള കാര്യമില്ല. രണ്ടുപേരും ഇപ്പോൾ രണ്ട് കുടുംബത്തിലാണ്. രണ്ടുപേർക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ താനിനി രണ്ടുപേരുടെ ശല്യമാകാതെ പോകുന്നതാണ് നല്ലത് എന്ന് ആലോചിക്കുന്നു കേട്ടോ. രണ്ടുപേരെയും കൂട്ടുമുട്ടിക്കുന്ന ഒരു കണ്ണിയായി താൻ തുടരേണ്ട കാര്യമില്ല എന്നും അവൾ ആലോചിക്കുന്നുണ്ട്. സ്റ്റാൻലി പറയാണ്, ഒന്നും ആലോചിച്ച് നീ തലപോക്കേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം ഈശ്വര വിധിയാണെന്ന് കണക്കാക്കിയാൽ മതി. വൈജയന്തി വന്നു, സത്യങ്ങളെല്ലാം അറിഞ്ഞു, അവള് പോയി. ഇനി അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. നിനക്ക് എപ്പോഴെങ്കിലും പാലിലേക്ക് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. പക്ഷേ അവിടെ സ്ഥിരതാമസമാക്കാമെന്ന് നീ കരുതണ്ട. അങ്ങനെ ഞാൻ വിടില്ല. നീ എൻ്റെ കൂടെ തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അകത്തേക്ക് കയറി പോവാണ്. പക്ഷേ അലയുടെ മനസ്സിൽ ഇപ്പോഴും തൻ്റെ പാലയിലുള്ള വീടും തൻ്റെ സഹോദരങ്ങളും തൻ്റെ അമ്മയച്ഛനും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ ഓർത്ത് വെങ്ങിപ്പൊട്ടി തേങ്ങിയിരുന്ന് കരയാണ് അലീന. എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ഇനി ബാലിനെ വിഷമിപ്പിക്കരുത്, തൻ്റെ മക്കളെ വിഷമിപ്പിക്കരുത്, എല്ലാവരെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അലീനേനെ തിരികെ കൊണ്ടുവരണം എന്നുള്ളൊരു ഉറച്ച തീരുമാനമായിട്ടാണ് കേട്ടോ വൈജ അവിടുന്ന് പോണത്. തൻ്റെ മനസ്സ് നിറയെ അന്നത്തെ ആ കാലമാണ്. സ്റ്റാലിനോടൊപ്പം ഒരുമിച്ച് കഴിഞ്ഞതും താൻ ഗർഭിണിയായിരുന്നപ്പം സ്റ്റാലിൻ തന്നെ നോക്കിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ടാണ് വൈജ അവിടുന്ന് പോണത്.